ഗുഡ് മോർണിംഗ്. ഇന്ന് വന്നിട്ട് സാറ്റർഡേ സമയം 12:58 എന്ന് വെച്ചാൽ 1 മണിയാവാൻ പോണു. ഞാൻ ഇപ്പം പല്ല് തേച്ച് ഫ്രഷായി വന്നേള്ളൂ. കാരണം ഇന്ന് ഓഫീസില്ല, അതുകൊണ്ട് നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. എണീറ്റിട്ട് ബെഡിലിങ്ങനെ നെറ്റ്ഫ്ലിക്സ് കണ്ട് കിടന്നു. ആൻഡ് ബ്രഷ് ചെയ്തിട്ട് താഴെ കഴിക്കാൻ പോകണം. ഈ വീഡിയോൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീക്ക് ഓഫ് മൈ ലൈഫ് കാണിക്കാൻ പോകണം. കറൻ്റ്ലി ഞാനിപ്പോൾ ലണ്ടനിലാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ആൻഡ് ഇവിടെ വന്ന റീസൺ എനിക്ക് ഇൻറ്റേൺഷിപ്പ് കാരണം ഇവിടെ ഒരു 3 months സ്റ്റേ ആണ്. ആൻഡ് മൺഡേ തൊട്ട് തുടങ്ങാം. പക്ഷേ ഇത് വന്നിട്ട് ഒരു ക്വിക്ക് ഇൻട്രോ പോലെ കോണ്ടെക്സ്റ്റിന്. കറൻ്റ്ലി എൻ്റെ ഇൻറ്റേൺഷിപ്പ് വന്നിട്ട് ഞാൻ AWSലാണ് ചെയ്യുന്നത്, ആമസോൺ വെബ് സർവീസസ്. ആൻഡ് ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ, അപ്രോക്സിമേറ്റ് 1 hour കമ്മ്യൂട്ടാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ നോർമലായിട്ട് ഒരു 7:30 പോലെ പുറപ്പെടും. 7:30 പുറപ്പെട്ട് അവിടെ ഒരു 8:45 പോലെ എത്തും. സോ കാരണം ഞാൻ യൂഷ്വലി ലണ്ടൻ ട്യൂബാണ് എടുക്കാറ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ട്യൂബ് സ്റ്റേഷനിലേക്ക് 5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു 15 to 20 minutes വാക്ക് ഉണ്ട്. സോ ഇപ്പോൾ ഞാൻ താഴെ കഴിക്കാൻ പോവാണ്. മന്തി കാണാം. ബൈ. I spent 30 discount. Oh, I didn't know. ഇതാണ് എൻ്റെ ഓഫീസിൻ്റെ കാഫറ്റീരിയ. ഉണ്ട് AWS. ഇത് വന്നിട്ട് കാഫറ്റീരിയ എന്ന് പറയാൻ പറ്റില്ല, റെസ്റ്റിംഗ് ഏരിയ പോലെ. പിന്നെ അപ്പുറത്ത് കിച്ചൺ. I have the train all to myself. I have the compartment all to myself. അടുത്തത് എൻ്റെ സ്റ്റേഷനാണ്. എത്തി.
நாங்கள் பானிபூரி சாப்பிட்றோம். வீட்டில் பண்ணது எல்லாமே. பூரியும் வீட்டில் ஃப்ரை பண்ணதாமா. Stop. No, it's funny with the Namaha. Okay, next you put onions. Yeah. Then you put mixture. I don't know what you call it in I thought English. it was then what is We it? call it gathia, na? Gathia? We call it save. Save. Yeah. I Maybe don't know. it is save. I don't know. I don't know what they call it in English. That's how you eat pani puri, guys. ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഓഫീസ്. ഇതല്ല, അതിൻ്റെ അപ്പുറത്തെ ബിൽഡിംഗാണ് എൻ്റെ ഓഫീസ്. ഇപ്പം ഞാൻ വന്നിട്ട് മാർക്കറ്റിൽ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. നോക്കിയാൽ സോ എൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 5:40. എന്നെ വിടേണ്ടത് വന്നിട്ട് 5:30 അല്ല 5 o'clock. എന്നെ വിടേണ്ടത് വന്നിട്ട് 5 o'clock ആണ്. പക്ഷേ മീറ്റിംഗ് ഉണ്ടായിരുന്നുണ്ട്, ഞാൻ വീട്ടിൽ. അതുകൊണ്ട് എപ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്, അല്ല എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്. സോ ഇവിടെ നിന്ന് ഒരു 20 minutes വാക്ക് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേഷനെത്തും. സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നാൽ അവിടുത്തെ സ്റ്റേഷൻ ഫാമിലിത്തെ സ്റ്റേഷനെത്തും. ആൻഡ് അവിടെ നിന്ന് ഒരു 5 minutes വീടെത്തും. വീട്ടിൽ പോയിട്ട് ഇനിയും പണി ചെയ്യാനുണ്ട്. ഇതാണ് ഇന്റേൺഷിപ്പ് ലൈഫ്. എൻ്റെ മുടി കാഴ്ചതുണ്ട് കുറച്ച് ഓവർനൈറ്റ്. ഇതുകൊണ്ട് ഇവിടെ ഒരു മുറിയുണ്ട്, ഞാൻ അവിടെ താഴെ ഇട്ടിച്ചിട്ട്. നമസ്കാരം. കുറച്ച് കണ്ണൊന്ന് ബ്രൈറ്റാക്കാൻ. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ കണ്ണെഴുതാറില്ല. കണ്ണെന്തോ ഇരുണ്ട് കൊണ്ടാവണുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റേൺ ഇവൻ്റ് ഉണ്ട് മറ്റേ ബിൽഡിങ്ങിൽ LHR16. സോ അങ്ങോട്ട് പോണം മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ കൊളീഗ്സൊക്കെ ഡയറക്റ്റായിട്ട് ഇന്ന് അവിടേക്ക് പോയി. എനിക്ക് കുറച്ച് പണികളുണ്ട് ഈ കമ്പനിയിലേക്ക് വന്നിട്ട്.
പിന്നെ IND, actually, IND reached out. So are they already, are they already on the playlist? എൻ്റെ റൂം I so this is what I mean about സമയം വന്നിട്ട് 12 ഇന്റേൺ ഇവൻറ്റ് 2 o'clock. എനിക്ക് 2 o'clock മാനേജർ മീറ്റിംഗും ഉണ്ട്. എന്താ ചെയ്യാന്നറിയില്ല. ചിലപ്പോൾ അവിടെ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. and I'll share that agenda. I have an agenda AI. You know, we had people come on and talk about it. That shows part of the function and you can be doing it's the right and this is getting luxury part of that. So see, I'm trying to everyone together because I'm talking to engineering, I'm suggesting ഇവിടുന്ന് എനിക്കറിഞ്ഞ് 3 ട്രെയിൻ സ്റ്റോപ്പ്. ട്യൂബിൽ പോവാണെങ്കിൽ ബസ്സിൽ ട്രാഫിക് ടൈം എടുക്കും. എനിക്കറിഞ്ഞ് 3 സ്റ്റോപ്പിൽ മറ്റേ ബിൽഡിങ്ങാണ് മെയിൻ ഓഫീസ്. സോ കാരണം AWS വന്നിട്ട് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് AWSന് തന്നെ ഓഫീസ് കിട്ടി. സോ ഞാനിപ്പോൾ ഇവിടേക്കാണ് പണി വരിക. ഇവിടേക്കാണ് പണിക്ക് വരിക. മറ്റേ ഓഫീസിലേക്ക് അധികം ഇതേപോലെ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹേ ഗൈസ്, ഇന്ന് എനിക്ക് ഒടുക്കത്തെ പണിയായിരുന്നു. അതുകൊണ്ട് ഇന്റേൺ ഡേക്കൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ ഓഫീസിൽ തന്നെ കുടുങ്ങിയിട്ട് ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പണിയെടുക്കാൻ പോവാ. ഓഫീസിലിരുന്ന് മതിയായ കാരണം. അപ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് 4:44. പള്ളിയിൽ മണിയടിക്കുന്നു. കേക്കണ്ട? ആ പള്ളിയിലാണ് മണിയടിക്കുന്നത്. പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എനിക്ക് ശിവരാത്രി എന്നാണ് തോന്നണത്. കാരണം വീട്ടിൽ പോയിട്ടും കുറേ പണിയുണ്ട്. എൻ്റെ വർക്ക് ലൈഫ് ബാലൻസിന് എന്തായാവോ. എൻ്റെ ലൈഫ് പോയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വർക്ക് മാത്രമേ ഉള്ളൂ, ലൈഫില്ല. 3 മാസമല്ലേ, എന്നിട്ട് യൂണി പോയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഓഫീസ് വന്നിട്ട് കറൻ്റ്ലി ഹോൾബൺ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തിലാണ്. ആൻഡ് സെൻട്രൽ ലണ്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം കിങ്സ് ക്രോസും ലിവർപൂൾ സ്ട്രീറ്റൊക്കെ ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. 2-3 സ്റ്റോപ്പ് തള്ളിയിട്ടാണുള്ളത്. അതുകൊണ്ട് സെൻട്രൽ ലണ്ടൻ തന്നെ പറയുക തോന്നുന്നു, എനിക്കും അറിയില്ല. ഹോൾബൺ ഹോൾബണിലാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഞങ്ങൾ വന്നിട്ട് ഇന്നാണ് ടീം മീറ്റിംഗ് ഉണ്ടാവുക. സോ ടീം മീറ്റിംഗ് പറഞ്ഞാൽ എൻ്റെ മാനേജറിൻ്റെ എൻറ്റയർ ടീമിൻ്റെ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച എന്തൊക്കെ ചെയ്തു എന്ന് പോയി അവരുടെ അടുത്ത് പറയണം. വീട്ടിനാലും നടിക്കണം. എൻ്റെ അടുത്ത് പോലെ ഞാൻ ഈ ആഴ്ച ഞാൻ ഇത് പബ്ലിഷ് ചെയ്തു, അത് ചെയ്തു അങ്ങനെ കുറേ പറയണം. കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്ന ടാസ്കൊക്കെ ഈ ആഴ്ച ഞാൻ പോയി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണം. ഞാൻ ചെയ്തു തോന്നുന്നു. അല്ല, എൻ്റെ അറിവിലെല്ലാം ചെയ്ത പോലെ തന്നെയുള്ള. പോയി നോക്കാം. അപ്പോൾ മീറ്റിംഗ് വന്നിട്ട് 2 മണിക്കാണ്.
അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വലിയ മീറ്റിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ വൈകി പോവാണ്. ഇപ്പം സമയം വന്നിട്ട് 8:15 ഉണ്ടാവില്ല. സമയം ഫോൺ ഓഫായി. സമയം 8:20 ആയി. വെയിൽ കാരണം കാണുന്നില്ല. സമയം 8:20 ആയി. ആൻഡ് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് അറിഞ്ഞ 9:30, 9:40 ആവും. 9 o'clock ആണ് ഓഫീസ്. കുഴപ്പമില്ല. രാവിലെ എന്തായാലും മീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും തരയില്ല. എൻ്റെ ടീം മെമ്പേഴ്സ് മാത്രമേ തരയില്ല. പക്ഷെ അവർ തരികയില്ല, അവരും തരില്ല. എല്ലാവർക്കും അവരവരുടെ പണിയിലുണ്ട്. എൻ്റെ പണി ഞാൻ നോർമലായിട്ട് വീട്ടിലാണ് ചെയ്യുക മോസ്റ്റായിട്ട്. ബൈ. ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ ഇന്ന് കാഷ്വലാണ്, ഇന്ന് ഫോർമലൊന്നുമില്ല. ഇന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജീൻസും ഒരു ലൂസ് ആയിട്ടുള്ള ടോപ്പും ഇട്ടിട്ട് കംഫർട്ടാണ് ഇന്നത്തെ തീം എൻ്റെ ഔട്ട്ഫിറ്റ്. കാരണം തണുപ്പ് ഇടയ്ക്ക് ഓഫീസ് എന്താണെന്നറിയില്ല, മോർച്ചറി പോലെയാണ്. ഒടുക്കത്തെ തണുപ്പ് ഓഫീസിൻ്റെ ഉള്ളിൽ. ഇവരുടെ അടുത്ത് പക്ഷെ നമുക്കിങ്ങനെ AC ഓഫ് ചെയ്യാൻ പറയാൻ, കാരണം എല്ലാം സെൻട്രൽ AC പോലെ അല്ലേ, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ I can't be bothered to do that. So അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് പോകാൻ തുടങ്ങി ഓഫീസിലേക്ക്. ഭംഗിയുള്ള പാർക്ക് നമ്മൾ പോണ വഴിക്ക് ഇപ്പോഴാണ് വെയിൽ ഉമ്മർത്തേക്ക് വരുന്നത്. അത്ര നേരം പിന്നാലെ വരണം. പിന്നെ ഇന്ന് എത്രയാണ്? പിന്നെ നാളെ സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് എനിക്കറിഞ്ഞ് ഇന്നായിരിക്കും ലാസ്റ്റ് ഡേ എൻ്റെ വ്ളോഗിൻ്റെ. സോ ഹോപ്പ് യു എൻജോയ്ഡ് ഇതായിരിക്കും. ആൻഡ് ഇത് കഴിഞ്ഞ് ഓഫീസ് ഏകദേശമൊക്കെ കാണിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ഞാൻ ഇപ്പോൾ വെംലി പറയുന്ന സ്ഥലത്തല്ലേ. വെംലി പറയുന്ന സ്ഥലത്ത് ഏകദേശം കാണാൻ ഇന്ത്യ പോലെ തന്നെയല്ല. കാരണം ഇവിടെ ഉള്ള പാതി പേര് ഇന്ത്യൻസാണ് ഈ വെംലി പറയുന്ന സ്ഥലത്ത്. സോ ഒന്ന് ശരിക്കും താളാണ് വിചാരിച്ചു. എന്താ പറയണ്ടായിരുന്നു? വെംലിയിലുള്ള പാതി പേര് ഇന്ത്യൻസാണ്. സോ ഇത് ലണ്ടനത്തെ മിനി ഇന്ത്യ പോലെയാണ്. ഇവിടെ നമുക്ക് കുറേ തമിഴ് കടയും മലയാളക്കടയും പിന്നെ ഗുജറാത്തി കടയും എല്ലാ കടയും ഉണ്ട്. ഇന്ത്യയിൽ കിട്ടുന്നതെല്ലാം ഇവിടെ കിട്ടും ഉറപ്പായിട്ടും. ദ ക്രേസിയസ്റ്റ് തിങ്, ലൈക്ക് എനിക്കറിഞ്ഞ ഇന്ത്യത്തെ ശക്തി മസാല അടക്കം ഇവിടെ കിട്ടും. സോ നോർവെജിലും കിട്ടും. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത തെറ്റെന്താ പറയുക, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫുഡും മസാലയും ഇവിടെ ഒന്നും കിട്ടില്ല പറഞ്ഞിട്ട് കുറേ എടുത്തിട്ട് വന്നു. അപ്പോൾ എൻ്റെ ബാക്കി സാധനങ്ങൾക്കൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ ക്വിക്ക് അഡ്വൈസ്, എല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾ എടുത്തിട്ട് വരികയാണെങ്കിൽ മുളക് പൊടി മാത്രം എടുത്തിട്ട് പോയാൽ അതിവിടെ കിട്ടില്ല. ഇവിടെ കിട്ടിയാലും അതിന് എരിവുണ്ടാവില്ല. അവിടുത്തെ നല്ല മുളക് പൊടി എടുത്തിട്ട് പോയാൽ. അതാണ് എൻ്റെ സ്റ്റേഷൻ. അതാണ് സ്റ്റേഷൻ. ഓഫീസെത്തി ലെഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ 6th classification. Racist photo. That was English. Just made it Hindi. Oh wait, your lanyard is like going through your thing.
Oh yeah, that's pretty impressive. Oh. But also, why is my color, my shirt's color is way off It Where? noticed compared the to yours. lanyard, but not the shirt. Yeah. And also, Why are my eyes so blue? Like my You- eyes are not this blue. oh wow, Hey, your eyes are blue. Not this blue. Okay. oh wow, Ooh. oh my What the- god, I that's weird. Do I look like granddad? Why did it make me look like a bearded? Okay, wait. How do I see that? Do we get all of them if we press this now? You probably get one. No, we get all of them. Oh. Don't they print it? No. Oh my god, this is so fun. Like let's do for example, YouTube is stock. Wait, what am I? Stock seems to be a part You of are it. existing. But it's You still can't. Person, did it just say 43? like any Oh, number someone triggers it, but It says I'm 30 years. produce a program database. Number 3, I'm Right calm. to a DB optimization. Okay, but let's go fix this because we only have 20 minutes to fix this. Oh yeah, let's go. ഇത് നല്ല രസമാണ്. Lift A. Lift. എന്നിട്ട് എന്തോ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അത്ര ആൾക്കാരെല്ലാവരും ഒരേ ലിഫ്റ്റ് കയറാതിരിക്കാൻ എല്ലാ കമ്പനിയിലും ഉള്ളതാണെന്ന് പറയണ്ട, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ ഇപ്പൊ സമയം 5 മണിയായിട്ടുണ്ടാവും. 5 മണി കഴിഞ്ഞു, 6 മണിയായിട്ടുണ്ടാവും. സമയത്ത് ആരും പിന്നെ ഉണ്ടാവാത്തോണ്ട് എന്റെ ആദ്യത്തെ ടീം മീറ്റിംഗ് അവിടെ കണ്ട ഈ റെസ്റ്റോറൻറ്റിലാണ് കഴിച്ചത്. ഇത് ഭയങ്കര ഫൈൻ ടൈം റെസ്റ്റോറൻറ്റ്, സോ ഒടുക്കത്തെ വിലയായിരുന്നു. പക്ഷെ ആമസോൺ കോർപ്പറേറ്റ് കാർഡാ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മാനേജറിൻ്റെ അടുത്ത്. സോ ഞങ്ങളുടെ ടീം ഡിന്നേഴ്സൊക്കെ ഫ്രീ എക്സ്പെൻസീവ് ഡിന്നേഴ്സാണ്.